എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2026 പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണ്? 2026 പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓപ്ഷൻ ഡി ഇന്ത്യ. ഇന്ത്യയാണ് 2026 പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്. ഇന്ത്യ തന്നെയാണ് 2024 T20 ലോകകപ്പ് നേടിയത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ഓപ്ഷൻ ഡി KG ശങ്കരപിള്ള. KG ശങ്കരപിള്ളയാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ മെട്രോ ആരംഭിച്ച നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ മെട്രോ ആരംഭിച്ച നഗരം കൊച്ചി. കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ മെട്രോ ആരംഭിച്ച നഗരം. ജർമ്മൻ ഫണ്ടിംഗ് ഏജൻസിയായ KfWന്റെ സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഓപ്ഷൻ ഡി ഇന്ത്യ. ഇന്ത്യയാണ് 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ബ്രസീലാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നങ്കൂരമിട്ട ആദ്യത്തെ ചരക്കു കപ്പലിൻ്റെ പേരെന്താണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നങ്കൂരമിട്ട ആദ്യത്തെ ചരക്കു കപ്പലിൻ്റെ പേര് ഓപ്ഷൻ ബി ഷെൻഹുവ 15. ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15 എന്ന ചരക്കു കപ്പലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നങ്കൂരമിട്ട ആദ്യത്തെ ചരക്കു കപ്പൽ. ഇന്ത്യയുടെ ആദ്യത്തെ സൗരപഠന ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ സൗരപഠന ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? ഓപ്ഷൻ സി PSLV C-57. PSLV C-57 എന്ന വിക്ഷേപണ വാഹനമാണ് ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം. 2023 സെപ്റ്റംബർ 2 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ആദിത്യ L1 വിക്ഷേപിച്ചത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലാഗ്രാഞ്ച് പോയിന്റ് L1ൽ നിന്നാണ് ഇത് സൂര്യനെ നിരീക്ഷിക്കുന്നത്. കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്ത തീയതി ഏതാണ്? കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്ത തീയതി ഓപ്ഷൻ ബി 2023 ഏപ്രിൽ 25. 2023 ഏപ്രിൽ 25 കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. തിരുവനന്തപുരം സെൻട്രലിനും കാസർഗോഡിനും ഇടയിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 2023 ഏപ്രിൽ 25 ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമായ സൂററ്റ് ഡയമണ്ട് ബോഴ്സ് ഏത് സംസ്ഥാനത്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമായ സൂററ്റ് ഡയമണ്ട് ബോഴ്സ് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ഗുജറാത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമായ സൂററ്റ് ഡയമണ്ട് ബോഴ്സ് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയിലെ പെൻറ്റഗണിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായി ഇത് മാറി. ഗുജറാത്തിലെ സൂററ്റിലാണ് വജ്ര വ്യാപാരത്തിനായി ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? ഓപ്ഷൻ എ ലാസ്ലോ ക്രാസ്നഹോർക്കൈ. ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രാസ്നഹോർക്കൈയാണ് 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത്. 2024 ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻ കാങ് ആണ് ഈ പുരസ്കാരം നേടിയത്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ഹാൻ കാങ്. 2024 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരം ലഭിച്ച പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ ആരാണ്? 2024 മരണാനന്തര ബഹുമതിയായി
ഭാരത് രത്ന പുരസ്കാരം ലഭിച്ച പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ഡി MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് 2024 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരം ലഭിച്ച പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. 2024 ഇദ്ദേഹത്തോടൊപ്പം ചൗധരി ചരൺ സിംഗ്, PV നരസിംഹറാവു എന്നിവർക്കും മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചു. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം ഏത്? ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം? ഓപ്ഷൻ ബി 1904. 1904 ശ്രീനാരായണ ഗുരു വർക്കലയിൽ ശിവഗിരി മഠം സ്ഥാപിച്ചത്. പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവായ പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം ഏതാണ്? പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവായ പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം? ഓപ്ഷൻ സി ചേരാനല്ലൂർ. എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ് പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവായ പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത്. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത് ആരാണ്? അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത്. ആനന്ദ മഹാസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആനന്ദ മഹാസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. അയ്യങ്കാളി ജനിച്ച വർഷം ഏതാണ്? അയ്യങ്കാളി ജനിച്ച വർഷം? ഓപ്ഷൻ ബി 1863. 1863 തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. ജാതിക്കുമ്മി എന്ന പ്രശസ്തമായ കൃതിയുടെ കർത്താവ് ആരാണ്? ജാതിക്കുമ്മി എന്ന പ്രശസ്തമായ കൃതിയുടെ കർത്താവ്? ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ. ജാതി വ്യവസ്ഥയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച പ്രശസ്തമായ കൃതിയാണ് ജാതിക്കുമ്മി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ പൊയ്കയിൽ യോഹന്നാൻ. കുമാരഗുരുദേവൻ എന്ന പേരിലും അറിയപ്പെടുന്ന പൊയ്കയിൽ യോഹന്നാനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. അയ്യ വൈകുണ്ഠർ സമത്വ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ്? അയ്യ വൈകുണ്ഠർ സമത്വ സമാജം സ്ഥാപിച്ച വർഷം? ഓപ്ഷൻ എ 1836. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി അറിയപ്പെടുന്ന സമത്വ സമാജം അയ്യ വൈകുണ്ഠർ സ്ഥാപിച്ചത് 1836. കുമാരനാശാന് മഹാകവി സ്ഥാനം നൽകിയത് ഏത് സർവകലാശാലയാണ്? കുമാരനാശാന് മഹാകവി സ്ഥാനം നൽകിയത് ഏത് സർവകലാശാലയായിരുന്നു? ഓപ്ഷൻ സി മദ്രാസ് യൂണിവേഴ്സിറ്റി, മദ്രാസ് സർവകലാശാല. 1922 മദ്രാസ് സർവകലാശാലയിൽ വെച്ച് വെയിൽസ് രാജകുമാരനാണ് ആശാന് പട്ടും വളയും നൽകി ആദരിച്ചത്. കുമാരനാശാന് മഹാകവി സ്ഥാനം നൽകിയത് മദ്രാസ് യൂണിവേഴ്സിറ്റി. വർഷം 1922. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേരെന്താണ്? വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേര്? VK ഗുരുക്കൾ, വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. VK ഗുരുക്കൾ എന്നതാണ് വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേര്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വില്ലുവണ്ടി സമരം നടന്ന വർഷം ഏതാണ്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വില്ലുവണ്ടി സമരം നടന്ന വർഷം? ഓപ്ഷൻ ബി 1893. പൊതുവഴികളിലൂടെ യാത്ര ചെയ്യുന്നതിനുള്ള അവകാശത്തിനായി അയ്യങ്കാളി നടത്തിയ സമരമായ വില്ലുവണ്ടി സമരം നടന്നത് 1893. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1936 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഇതിനെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഏത്? നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം? ഓപ്ഷൻ സി 1932. ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിലും നിയമസഭയിലും അർഹമായ
പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് നടന്ന സമരമാണ് നിവർത്തന പ്രക്ഷോഭം. നടന്ന വർഷം 1932 സി കേശവൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ് എന്നിവരായിരുന്നു ഇതിൻ്റെ പ്രധാന നേതാക്കൾ. മലബാർ കലാപം നടന്ന വർഷം ഏത്? മലബാർ കലാപം നടന്ന വർഷം ഓപ്ഷൻ ബി 1921. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ എന്നിവർ പ്രധാന നേതാക്കളായിരുന്ന മലബാർ കലാപം നടന്നത് 1921. ചരിത്രപ്രസിദ്ധമായ കല്ലുമാല സമരം നടന്ന സ്ഥലം ഏതാണ്? ചരിത്രപ്രസിദ്ധമായ കല്ലുമാല സമരം നടന്ന സ്ഥലം ഓപ്ഷൻ ബി പെരിനാട്. അധസ്ഥിത വിഭാഗത്തിലെ സ്ത്രീകൾക്ക് കല്ലുമാല ഉപേക്ഷിച്ച് മാന്യമായ വസ്ത്രം ധരിക്കാനായി നടന്ന സമരമാണിത്. കൊല്ലം ജില്ലയിലെ പെരിനാട് വെച്ചാണ് 1915 കല്ലുമാല സമരം നടന്നത്. പ്ലാസി യുദ്ധം നടന്ന വർഷം ഏത്? പ്ലാസി യുദ്ധം നടന്ന വർഷം ഓപ്ഷൻ എ 1757. 1757 പ്ലാസി യുദ്ധം നടന്നത്. ബംഗാൾ നവാബ് സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ബോംബെ. ബോംബെയിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത്. WC ബാനർജി ആയിരുന്നു ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ഇത് നടന്നത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനും ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിക്കുകയും ചെയ്ത ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഓപ്ഷൻ സി 1931. 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഗാന്ധിജി പങ്കെടുക്കാമെന്ന് ഇതിലൂടെ ധാരണയായി. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്നുള്ള നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്താൻ ഇതിലൂടെ തീരുമാനവുമായി. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ അൺറെസ്റ്റ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി വാലന്റൈൻ ഷിറോൾ. ബ്രിട്ടീഷ് ജേർണലിസ്റ്റായിരുന്ന വാലന്റൈൻ ഷിറോൾ ആയിരുന്നു ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ അൺറെസ്റ്റ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ചത്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. സതി നിർത്തലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച രാജാറാം മോഹൻ റോയിയെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നുകൂടി വിളിക്കുന്നു. 1828 ഇദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്ഥാപിച്ച വർഷം ഏത്? സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്ഥാപിച്ച വർഷം ഓപ്ഷൻ എ 1875. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം നൽകിയ ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്ഥാപിച്ചത് 1875. കാക്കോരി ട്രെയിൻ കൊള്ള നടന്ന വർഷം ഏത്? കാക്കോരി ട്രെയിൻ കൊള്ള നടന്ന വർഷം ഓപ്ഷൻ സി 1925. 1925 കാക്കോരി ട്രെയിൻ കൊള്ള നടന്നത്. റാം പ്രസാദ് ബിസ്മിൽ, അഷ്ഫാഖുള്ള ഖാൻ തുടങ്ങിയ വിപ്ലവകാരികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ അംഗങ്ങളായിരുന്നു ഇവർ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏത്? സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഓപ്ഷൻ ബി 1928. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത്. ഈ കമ്മീഷനിൽ അംഗങ്ങളായി ഇന്ത്യക്കാർ ആരുമില്ലാത്തതിനാൽ ഇതിനെ വൈറ്റ് മെൻ കമ്മീഷൻ എന്ന് വിളിക്കപ്പെട്ടു. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഇതുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത്. ഇതിനെതിരെയുള്ള പ്രതിഷേധത്തിനിടയിലാണ് ലാല ലജ്പത് റായിക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റത്. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരാണ്? ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് ശേഷമാണ് സുഭാഷ് ചന്ദ്രബോസ് ഈ പാർട്ടി രൂപീകരിച്ചത്.
1939 പശ്ചിമ ബംഗാളിലാണ് ഇത് സ്ഥാപിതമായത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഓപ്ഷൻ എ 1. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ ഇതുവരെ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. 1976 42 ഭേദഗതിയിലൂടെ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്നീ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖത്തിന്റെ അടിസ്ഥാനം. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് അയിത്തം, അൺടച്ചബിലിറ്റി നിരോധിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് അയിത്തം നിരോധിക്കുന്നത്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 17. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 17 പ്രകാരമാണ് അയിത്തം നിരോധിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളുടെ ഭാഗമായാണ് അയിത്തം നിരോധിച്ചിരിക്കുന്നത്. അയിത്തവുമായി ബന്ധപ്പെട്ട ശിക്ഷകൾക്കായി സിവിൽ അവകാശ സംരക്ഷണ നിയമം നിലവിലുണ്ട്. സ്വത്തവകാശത്തെ, റൈറ്റ് ടു പ്രോപ്പർട്ടിയെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി 44 ഭേദഗതി. 44 ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് നീക്കി ആർട്ടിക്കിൾ 300A പ്രകാരം ഒരു നിയമപരമായ അവകാശമാക്കി മാറ്റി. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി നടന്നത്, 1978. ഇന്ത്യയിലെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAGയെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യയിലെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി രാഷ്ട്രപതി, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാഷ്ട്രപതിയാണ് ഇന്ത്യയിലെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത്. പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നാണ് CAG അറിയപ്പെടുന്നത്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 148 മുതൽ 151 വരെ CAGയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥയെക്കുറിച്ച്, എമർജൻസിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ഭാഗം 18. ഭരണഘടനയുടെ ഭാഗം 18 എമർജൻസിയെക്കുറിച്ച്, അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352, സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356, സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360 എന്നിങ്ങനെ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളാണ് ഉള്ളത്. ജർമ്മനിയുടെ വൈമർ ഭരണഘടനയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തത്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ വനിതാ സംവരണത്തിൻ്റെ ശതമാനം എത്രയാണ്? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ വനിതാ സംവരണത്തിൻ്റെ ശതമാനം എത്രയാണ്? ഓപ്ഷൻ സി 50%. കേരളത്തിൽ 2009 തദ്ദേശ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം 50% ഉയർത്തിയത്. ഇന്ത്യയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ബീഹാറാണ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ വനിതാ സംവരണത്തിൻ്റെ ശതമാനം 50%. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരാണ്? സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ഓപ്ഷൻ ബി ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി. കേരളത്തിൽ നിന്നുള്ള ജസ്റ്റിസ് ഫാത്തിമ ബീവി 1989 സുപ്രീം കോടതി ജഡ്ജിയായത്. ഇവർ പിന്നീട് തമിഴ്നാട് ഗവർണറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്? ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ. USSR, സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കടമെടുത്തിട്ടുള്ളത്. 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇവ ഉൾപ്പെടുത്തിയത്. 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ. നിലവിൽ 11 മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉള്ളത്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഷെഡ്യൂളുകളുടെ എണ്ണം എത്ര? നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി 12. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 12 ഷെഡ്യൂളുകളാണ് ഉള്ളത്.
ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 ഷെഡ്യൂളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 1ാം ഭേദഗതി നടന്ന വർഷം ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ 1ാം ഭേദഗതി നടന്ന വർഷം ഓപ്ഷൻ ബി 1951. ഇന്ത്യൻ ഭരണഘടനയുടെ 1ാം ഭേദഗതി 1950 നടന്നത്. ഭരണഘടനയുടെ 9ാം ഷെഡ്യൂൾ നിലവിൽ വന്നത് ഈ ഭേദഗതിയിലൂടെയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും ഈ ഭേദഗതിയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഇന്ത്യയിൽ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഓപ്ഷൻ ബി സുകുമാർ സെൻ. ഇന്ത്യയിൽ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു സുകുമാർ സെൻ. ഇന്ത്യയിൽ ആദ്യത്തെ 2 പൊതു തിരഞ്ഞെടുപ്പുകൾക്ക് 1952, 1957 2 പൊതു തിരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണ്. സുഡാന്റെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസാവകാശം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? വിദ്യാഭ്യാസാവകാശം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 21A. റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസാവകാശം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 21A. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്. 2010 ഏപ്രിൽ 1 മുതലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം RTE ആക്ട് നിലവിൽ വന്നത്. രാജ്യസഭയുടെ അധ്യക്ഷൻ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാജ്യസഭയുടെ അധ്യക്ഷൻ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 64, 89 വകുപ്പുകൾ പ്രകാരം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. സഭയിൽ അധ്യക്ഷനാണെങ്കിലും അദ്ദേഹം രാജ്യസഭാംഗം അല്ല. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന PSC അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ഗവർണർ. അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണറാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. PSC അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണെങ്കിലും അവരെ നീക്കം ചെയ്യാൻ രാഷ്ട്രപതിക്ക് മാത്രമേ അധികാരമുള്ളൂ. PSC ചെയർമാൻ്റെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് വരെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? ഓപ്ഷൻ ബി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. പഞ്ചായത്ത്, നഗരസഭ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നിയമസഭ, ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.